മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ്. നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? പോലെ നോക്കിക്കോ, നമുക്ക് അറിയാവുന്ന ഒരു വെക്റ്റർ എഴുതാണ്. വെക്റ്റർ എ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെക്റ്റർ എ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെക്റ്റർ ബിയുടെ വാല്യൂ നോക്കുക. വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. വെക്റ്റർ എ ഉണ്ട്, വെക്റ്റർ ബി ഉണ്ട്. ഓക്കെ അല്ലേ? ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി ആണ്. ഇത് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രോപ്പർട്ടിയാണ്. എന്തൊക്കെയാണ് വെക്റ്റർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. യെസ്, അപ്പോൾ പ്രോപ്പർട്ടി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ശ്രദ്ധിച്ചോ. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ഇതിൻ്റെ ക്രോസ് എടുത്താൽ എന്ത് കിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ശ്രദ്ധിക്കണേ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കാം. ഓക്കെ അല്ലേ? നോക്കിക്കോണേ, ശ്രദ്ധിക്കണേ. ഇതാ, എന്നിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആരോ മാർഗം കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. അതാണ്ട് ഈ ഐ ഉണ്ടല്ലോ, ഐയും ജെയും കൂടെ ക്രോസ് ചെയ്താൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഐയും ജെയും കൂടെ ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ കെ ക്യാപ്പ് ആണ്. അതായത് ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? കെ ക്യാപ്പ് എന്നാണ്. ഓക്കെ അല്ലേ? യെസ്, അതാ നോക്കി, ഇവർ തമ്മിൽ ക്രോസ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് കിട്ടും? ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്താൽ ഇവർ രണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇനി ആരാ ബാക്കിയുള്ളത്? അയാളായിരിക്കും ഉത്തരം. ഓക്കെ അല്ലേ? ഇത് എന്ത് കിട്ടും? ഐ ക്യാപ്പ് കിട്ടും. ഇനി നോക്കിയാൽ കെ ക്യാപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോണേ, കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ചെയ്താൽ ഇനി ബാക്കിയുള്ള ആരാ? ഇവർ രണ്ട് ക്രോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് ആരാ? ജെ ക്യാപ്പാണ്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അതായത് ഐ ക്യാപ്പും ജെ ക്യാപ്പൂടെ ക്രോസ് ചെയ്താൽ കെ ക്യാപ്പ് കിട്ടും. ജെ ക്യാപ്പും കെ ക്യാപ്പൂടെ ക്രോസ് ചെയ്താൽ നമുക്ക് ഐ ക്യാപ്പ് കിട്ടും. കെ ക്യാപ്പും ഐ ക്യാപ്പൂടെ ക്രോസ് ചെയ്താൽ നമുക്ക് ജെ ക്യാപ്പ് കിട്ടും. ഓക്കെ അല്ലേ? ഇതുപോലെ തിരിച്ചത് ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും അറിയാം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇവിടെ ഐ മാർക്ക് ചെയ്യുക, ഇവിടെ ജെ മാർക്ക് ചെയ്യുക, ഇവിടെ കെ മാർക്ക് ചെയ്യുക. ശ്രദ്ധിച്ചോണേ. ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് എന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് ഇനി ആരാ ബാക്കിയുള്ളത്? ജെ ക്യാപ്പ് ആണ്. പക്ഷേ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. അതായത് മൈനസ് ജെ ക്യാപ്പ് എന്നാണ് ആൻസർ വരിക. അടുത്ത ശ്രദ്ധിച്ചാൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കെ ക്യാപ്പ്, അതായത് ഈ ഇതിന് ഓപ്പോസിറ്റ് കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് നോക്കുക. നമുക്കറിയാം ജെ ക്രോസ് കെ നമ്മൾ കണ്ടായിരുന്ന ഐ ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്ന ആൻസർ എന്താണ്? മൈനസ് ഐ ക്യാപ്പ് ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇവർ രണ്ട് ഇതിനെയും കൂടെ ക്രോസ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ആൻസർ ഐ ആണ്. അതിൻ്റെ കൂടെ മൈനസ് കൂടെ ചേർക്കണം. അവിടെ നോക്കിയേ, ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ചെയ്താൽ ജെ ക്യാപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജെ ക്യാപ്പ് ക്രോസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ കെ ക്യാപ്പ് ആണ്. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മൈനസ് കൂടെ ചേർക്കണം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇത് സെറ്റ് അല്ലേ? പ്രശ്നമുണ്ടോ? ഇത് ഓക്കെ അല്ലേ? യെസ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വരുന്നവരെയോ ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്നവർ എന്ത് ചെയ്യും? അതാണ് അറിയേണ്ടത്. ഇതിന് കഴിഞ്ഞിട്ട് വരുന്നവർ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. യെസ്, ഇനി കഴിഞ്ഞിട്ട് വരുന്നത് നോക്കി, ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0. അതായത് ഒരുപോലത്തെ രണ്ടാളുകളെ തമ്മിൽ ക്രോസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0. ജെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0 ആണ്. അതുപോലെ കെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്? 0 ആണ്. മനസ്സിലായല്ലോ? ഈസി അല്ലേ? പഠിക്കാമല്ലോ? പറ്റുമല്ലോ. റിസൾട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. അടുത്ത് നോക്കി, ഇതോടെ ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്നത് കെ ക്യാപ്പ്, ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്നത് ഐ ക്യാപ്പ്. ശരിയല്ലേ? ആണല്ലോ? ആണ്. കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്നത് ജെ ക്യാപ്പ്. ശരിയല്ലേ? ആണല്ലോ? ഇനി ഇതെല്ലാം തിരിച്ചിട്ടാൽ നെഗറ്റീവ് കിട്ടും. നമുക്ക് ജെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ചെയ്താൽ കിട്ടിയ ആൻസർ നെഗറ്റീവ് ഇട്ട് കൊടുക്കാം, മൈനസ് കെ ക്യാപ്പ്. കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്ന ആൻസർ മൈനസ് ഐ ക്യാപ്പ്. അടുത്ത ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്താൽ കിട്ടുന്ന ആൻസർ മൈനസ് ജെ ക്യാപ്പ്. കഴിഞ്ഞല്ലോ? പഠിച്ചു കഴിഞ്ഞല്ലോ? ഈസി അല്ലേ? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെക്ടർ എ തന്നിട്ടുണ്ട്, വെക്ടർ ബി തന്നിട്ടുണ്ട്, ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം, എ ക്രോസ് ബി എടുക്കണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? പ്രശ്നമുണ്ടോ? ചെയ്യാം നമുക്ക്. യെസ്, ഇതൊന്ന് മാർക്ക് ചെയ്തെടുത്തോണേ നിങ്ങൾ.
ശരി, ക്വസ്റ്റ്യൻ അതോട് തിരിച്ചു വരുന്നു. നമ്മൾ ചെയ്യേണ്ടത് നോക്കിക്കോണേ, എ ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. എപ്പോൾ എ ക്രോസ് ബി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഒരു പെട്ടിയാണ്. പെട്ടി, ഈ പെട്ടിയെ നമ്മൾ ഡിറ്റർമിനന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, ഒരു പെട്ടി വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ, നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ശരിയല്ലേ, ഇതിന് അതുപോലെ എഴുതാം. നോക്കിയേ, എ ക്രോസ് ബി ആണ്. അപ്പോൾ ആദ്യം വരുന്ന വെക്ടർ എ ആണ്. ആ വെക്ടർ എയുടെ ഐയുടെ, ജെയുടെ, കെയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇതിന് താഴെ എഴുതുക. സോ 2 2 2 ഇങ്ങനെ എഴുതുക. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. അവിടെ നോക്കിയേ, ബി ആണ് രണ്ടാമത് വരുന്ന വെക്ടറിന്റെ ഐക്കും ജെക്കും കെയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതുന്നത് എന്തൊക്കെയാ? 3 2 3 ഇങ്ങനെ ചെയ്യുക. ഇത് മനസ്സിലായോ? ആദ്യം എഴുതിയ രീതി മനസ്സിലായോ? ചെയ്യുന്ന രീതി മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? എന്താ ചെയ്യുന്നതെന്ന് ആദ്യ സെറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലായോ? ഓക്കെ അല്ലേ. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്ന് എഴുതുക. ആദ്യത്തെ വെക്ടർ എ ആണ്. വെക്ടർ എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അതാത് അല്ലേ. ഐ ആണ്, ഐക്ക് നേരെ എഴുതുക. ജെയുടെ നേരെ ജെയുടെ കൃത്യമായിട്ടുള്ള വാല്യൂ, കെയുടെ നേരെ കൃത്യമായിട്ടുള്ള വാല്യൂ ഇങ്ങനെ എഴുതുക. ഓക്കെ അല്ലേ. ആദ്യം ഇങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ ബാക്കിയാണ് ഇത്. ഡിറ്റർമിനന്റ് എടുക്കാൻ അറിയാവുന്നവർക്ക് ഇത് ഈസിയാണ്, അല്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചോണേ. ആദ്യം നമ്മൾ ഐ ആണ് ചെയ്യാൻ പോകുന്നത്. ഐയുടെ വാല്യൂ ആണ് ആദ്യം വരേണ്ടത്. സോ ഐ ക്യാപ്പ് ഇൻറ്റു, ചെയ്യേണ്ട രീതിയാണ് ആദ്യം നമ്മൾ ഐ ക്യാപ്പ് ഇൻറ്റു എന്ന് എഴുതണം. എന്നിട്ട് ചെയ്യുന്നൊന്ന് ശ്രദ്ധിച്ചോണേ. ഇതാണ്ട് ഈ ഐയുടെ താഴെയുള്ള വാല്യൂ കണ്ടോ, അത് രണ്ടും എടുക്കരുത്. ഞാൻ ഇനി മാറ്റി നിർത്തിയേ. ഐയുടെ താഴെയുള്ള വാല്യൂ എടുക്കരുത്. കണ്ടോ, ഐ ചെയ്യുമ്പോൾ ഐയുടെ താഴെയുള്ള വാല്യൂ അങ്ങ് മാറ്റി നിർത്താം. എന്നിട്ട് ബാക്കിയുള്ളതിനെ ക്രോസ് ചെയ്യണം. എങ്ങനെയാണ് ക്രോസ് ചെയ്യണമെന്ന് അറിയാമോ? ദാ ഇവിടുന്ന് ആദ്യം വന്നത് ജെയ്ക്ക് താഴെയുള്ള വാല്യൂ അല്ലേ, അതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. കണ്ടോ, ഒരു ക്രോസ് ചെയ്യുക. കണ്ടോ, ഇതിനെ ക്രോസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞേ 2 × 3 6 എന്നല്ലേ. ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഒരു തവണ ക്രോസ് ചെയ്താൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊടുക്കണം. ഓക്കെ അല്ലേ, മനസ്സിലായോ? എന്താ, നമ്മൾ ഐക്ക് താഴെയുള്ള വാല്യൂനെ മാറ്റി അതിനെ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന ജെയ്ക്ക് താഴെയുള്ള ആദ്യത്തെ വാല്യൂ എടുത്ത് താഴോട്ട് ക്രോസ് ചെയ്തു. 2 × 3 6 കിട്ടി. ഓക്കെ അല്ലേ. ആ ക്രോസ് കഴിഞ്ഞോണ്ട്, ഈ ഒരു ക്രോസ് കഴിഞ്ഞോണ്ട് ഒരു മൈനസ് വേണം. അതിനുശേഷം എന്താ, ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 × 2 4 എന്ന് കിട്ടും. ഇതാണ് ഐയുമായി ബന്ധപ്പെട്ട വാല്യൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഐ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഐയുടെ താഴെയുള്ള നമ്പറിനെ അങ്ങ് മാറ്റിയിട്ട് തൊട്ടടുത്ത രണ്ടാളുകൾ നോക്കി. ആദ്യം ജെയുടെ താഴെയായിരുന്ന വാല്യൂ ഉണ്ടായിരുന്ന ജെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് ആ ക്രോസ് കഴിഞ്ഞാണ് ഒരു മൈനസ് ഇട്ടു. ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ അല്ലേ, ഐയുടെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ കിട്ടിയിരിക്കുന്ന ഐ നോക്കിയേ പ്ലസ് ഐ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്ത സെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ റൂൾ ഇതാണ് പറയുന്ന മൈനസ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. അതായത് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് ഇങ്ങനെ പോകുന്നത്. അപ്പം ജെ തുടങ്ങുമ്പോൾ എന്ത് ഇട്ട് കൊടുക്കണം? നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ. ഇന്ന് നോക്കണം, നമ്മൾ ജെ ചെയ്യാൻ പോവാം. ജെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പുറത്തെടുത്ത ആളെ തിരിച്ചെത്തിട്ട് ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാൻ വേണ്ടി കാണിച്ചെന്ന് അത്രേ ഇത്. ഓക്കെ ശരി, നോക്കിയോ. ഇനി നമ്മൾ ജെ ചെയ്യാൻ പോവാം. ജെ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ജെ ചെയ്യുമ്പോൾ, ജെയുടെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കിയേ, ജെക്ക് താഴെയുള്ള ഈ രണ്ട് വാല്യൂ അങ്ങ് ഒഴിവാക്കുക. ഇതിനെ അങ്ങ് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ളവരെ ക്രോസ് ചെയ്യണം. നേരത്തെ ചെയ്തുകൊണ്ട് ഇപ്പം ജെ വന്നല്ലോ, ജെ നമ്മൾ ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചോണേ, ഇതാ ആദ്യം വന്നിരിക്കുന്ന നമ്പർ ഇതാണ്. അതിനെ താഴോട്ട് ക്രോസ് ചെയ്ത് 2 × 3 6. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ക്രോസ് കഴിഞ്ഞാൽ ഉടനെ ഒരു മൈനസ് കടനം. ഓക്കെ അല്ലേ, ആണല്ലോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 2 × 3 എത്ര കിട്ടുന്ന ആൻസർ? 6 കഴിഞ്ഞു. ജെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ. യെസ്, ഇത്രയുള്ള ജെ ചെയ്യാൻ. തിരിച്ച് വീണ്ടും ഞാൻ ഇതിനെ കൊണ്ടുവെക്കുകയാണ്. തിരിച്ച് ഇതേ സ്ഥാനത്ത്, എടുത്ത സ്ഥലത്ത് അതേ സ്ഥലത്ത് കൊണ്ടുവച്ച്. ഓക്കെ അല്ലേ, പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചോണേ. ഇനി നമുക്ക് ആരാ വേണ്ട? കെയുടെ വാല്യൂ കിട്ടണം. അപ്പം ഐ കഴിഞ്ഞു, ജെ കഴിഞ്ഞു, ഇനി പ്ലസ് കെ ക്യാപ്പ് ചെയ്യുകയാണ്. 1-2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും സെറ്റ് ആവും. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. യെസ്, കെ ക്യാപ്പ് ചെയ്യണം. കെ ക്യാപ്പ് ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ ചെയ്യേണ്ട? കെക്ക് താഴെയുള്ള വാല്യൂനെ ഒഴിവാക്കുക. ഇയാളെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ ക്രോസ് ചെയ്യുക. ശരിയല്ലേ, റെഡി അല്ലേ? ആദ്യം ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. നമുക്ക് 2 × 2 എത്ര വരുന്നത്? 4 മൈനസ് 3 × 2 എത്ര കിട്ടും? 6 കഴിഞ്ഞ്. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് ആയി ആൻസറായി. ഓക്കെ അല്ലേ? യെസ്, ശ്രദ്ധിച്ചോ? ആൻസർ കിട്ടാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയേ. 6 - 4 എന്ത് കിട്ടും? 2 കിട്ടും. അതിൻ്റെ കൂടെ ഐ ക്യാപ്പ് ഉണ്ട്. സോ 2 ഐ ക്യാപ്പ്. നോക്കിയേ, 6 - 6 0 ആണ്. 0 മൈനസ് ജെ ക്യാപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന -0 ജെ ക്യാപ്പ് എന്നാണ്. -0 ജെ ക്യാപ്പ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് നോക്കിയേ, 4 - 6 കിട്ടുന്ന -2 ആണ്. -2 × കെ ക്യാപ്പ്, -2 കെ ക്യാപ്പ് എന്ന് കിട്ടും. ആൻസറായി. ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം: 2 ഐ ക്യാപ്പ് -2 കെ ക്യാപ്പ് എന്ന് എഴുതിയാൽ ആൻസർ ആയി കഴിഞ്ഞു. എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിച്ച്. ഇങ്ങനെയാണ് എ ക്രോസ് ബി ചെയ്യുന്നത്. ഓക്കെ അല്ലേ, പ്രശ്നമില്ലെന്ന് വിചാരിച്ചോട്ടെ, സെറ്റാണെന്ന് വിചാരിച്ചോട്ടെ. അടുത്ത നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവേ. ഒരേ സമയം നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. വെക്ടർ എ = 2 ഐ ക്യാപ്പ്
പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു ശ്രദ്ധിച്ചോണേ 4i ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യേണ്ടതുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, ഒരേ സമയം നോക്കാം. അപ്പം നമുക്ക് സ്റ്റെപ്പുകൾ പെട്ടെന്ന് മനസ്സിൽ നോക്കാം. വെക്റ്റർ i ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ് വെക്റ്റർ ആണേ, യെസ്, പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. അപ്പോൾ ക്രോസ് ചെയ്യണം. നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നോക്കാം എങ്ങനെയാണെന്ന്. റെഡി? എ ക്രോസ് ബി ചെയ്യാൻ പോവാണ്. നോക്കിക്കോ. ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പെട്ടി വരയ്ക്കണം. പെട്ടി അല്ലേ? പെട്ടി വരയ്ക്കണം. എ ക്രോസ് ബി ആണ് ചെയ്യേണ്ടത്. എ ക്രോസ് ബി ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പെട്ടി വരയ്ക്കുന്നു. പെട്ടി വരച്ചു. പെട്ടിക്കകത്ത് ആരൊക്കെ എഴുതി? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എഴുതുക. ഇവിടെ എങ്ങനെ തന്നെയല്ലേ എ ക്രോസ് ബി കാണാൻ പറഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടി വരയ്ക്കണം. പെട്ടിക്കകത്ത് ആദ്യം വേണ്ടത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇത് എത്ര സെറ്റായല്ലോ? ഓക്കെ അല്ലേ? യെസ്. നോക്കിയേ, എ ക്രോസ് ബി ആണ്. അപ്പോൾ എയുടെ വാല്യൂ അങ്ങോട്ട് നിരത്തി എഴുതുക 2, 3, 2. ഇനി ബി എഴുതുക 4 മൈനസ് 3, 2. ഇവിടെ 3, 2, 5. അടുത്തത് 3, 2, 4. അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അത് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. യെസ്. ഓക്കെ, നോക്കിക്കോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോവാണേ, ശ്രദ്ധിക്കണേ. ഐ ക്യാപ്പ് ചെയ്യാൻ പോവാ. നിങ്ങൾ പറ. ഐ ക്യാപ്പ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ നോക്കി ഐയുടെ താഴെയുള്ള വാല്യൂ ഒഴിവാക്കുക എന്ന് വെച്ചാൽ ആരെ ഒഴിവാക്കേണ്ടത്? ഈ 2 വാല്യൂ ഇപ്പോൾ ഐ ക്യാപ്പ് ചെയ്യുമ്പോൾ എടുക്കരുത്, ബാക്കിയുള്ളവന് വേണം ചെയ്യാൻ. ഓക്കെ അല്ലേ? ഈ 2 വാല്യൂ മാറ്റി നിർത്തിയിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഓക്കെ അല്ലേ? അത് അവിടെ നിന്നോട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കിട്ടുന്നത്. നോക്കി, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ? 2 × 3 എന്താ കിട്ടുന്നത്? 6. നമ്മൾ പറഞ്ഞിട്ട് ഒരു ക്രോസ് കഴിഞ്ഞാൽ ഉടനെ ഒരു മൈനസ് ഇടണം. മൈനസ് ഇട്ട് നമുക്ക് 3 × മൈനസ് അല്ലേ? നോക്കി, -3 × 2 -6 ആണ് വരുന്നത്. അങ്ങനെ എഴുതി. കണ്ടോ? കേട്ടോ. ഇനി നോക്കി, ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു ആരെയാ ഒഴിവാക്കേണ്ടത്? ആരെയും എടുക്കാൻ പാടില്ലാത്തത്? ഐയുടെ താഴെയുള്ള ഈ വാല്യൂ എടുക്കാൻ പാടില്ല. മാറ്റി നിർത്തി ക്രോസ് ചെയ്യുക. ഓക്കെ അല്ലേ? എന്ത് കിട്ടും പറഞ്ഞേ? 2 × 4 8 മൈനസ് 2 × 5 10. അതവിടെ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ തിരിച്ച് ഇയാളെ ഇവിടെ കൊണ്ടുവെക്കുക. മനസ്സിലാൻ വേണ്ടിയാണ് പുറത്തെടുത്തത്. അവിടെ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ളവരെങ്കിൽ ചെയ്താൽ മതി. അയാളെ പരിഗണിക്കാതിരുന്നാൽ മതി. ഓക്കെ അല്ലേ? യെസ്. നോക്കുക, ശ്രദ്ധിക്കണം. നോക്കിയേ, ഐ ക്യാപ്പ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ജെയുടെ കാര്യമോ ജെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ -j ക്യാപ്പ് എന്ന് വേണം തുടങ്ങാൻ. -j ക്യാപ്പ് എന്ന് വേണം തുടങ്ങാൻ. ഓക്കെ അല്ലേ? ജെയുടെ താഴെയുള്ള വാല്യൂനെ ഒഴിവാക്കുക, ബാക്കിയുള്ളവരെ ചെയ്യുക. ഓക്കെ, ജെയുടെ താഴെയുള്ള വാല്യൂ ഇതാണ്, അതിനെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ ക്രോസ് ചെയ്യുക. ഒന്ന് ചെയ്തേ, എന്ത് കിട്ടുമെന്ന് നോക്കിക്കേ. പറഞ്ഞാട്ടെ, 3 × 2 എത്ര കിട്ടും? 4 മൈനസ് 4 × 2 എത്ര കിട്ടും? 8. കഴിഞ്ഞല്ലോ, ജെയുടെ താഴെയുള്ള വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ? ഇവിടെ നോക്കി, ജെയുടെ താഴെയുള്ള വാല്യൂ ഒഴിവാക്കി. 3 × 4 എത്ര കിട്ടും? 12. ഒരു ക്രോസ് കഴിഞ്ഞ ഉടനെ ഒരു മൈനസ്. 3 × 5 15. ഓക്കെ അല്ലേ? നമുക്ക് പ്ലസ് മൈനസ് അടുത്ത പ്ലസ് കെ ക്യാപ്പ് ആണ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോ, കെയുടെ താഴെയുള്ള വാല്യൂ ഒഴിവാക്കി. നമുക്ക് 3 × 2 6 മൈനസ് 3 × 2 6 കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി ഇവിടെ കെ ക്യാപ്പ് ചെയ്യാൻ പോവാണ്. കെ ക്യാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കെയുടെ താഴെയുള്ള വാല്യൂ ഒഴിവാക്കി. നമുക്ക് 2 × 3 -6 മൈനസ് 4 × 3 12. കഴിഞ്ഞല്ലോ. ഇത്രയല്ലേ വേണ്ടത്? ഓക്കെ അല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്തെടുത്ത ആൻസർ ആയില്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്തെടുത്ത ആൻസർ ആവില്ലേ? നമുക്ക് ഉറപ്പായിട്ടും ആവും. നോക്കിക്കോണേ, നമുക്ക് എന്താ ആൻസർ കിട്ടും നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, നോക്കിക്കോ. നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 10-ന് 8 പോയാൽ 2 × ഐ ക്യാപ്പ്, 2 ഐ ക്യാപ്പ്. ഓക്കെ അല്ലേ? നമുക്ക് 12-ന് -15 ആണ്. അപ്പം 15-ന് 12 കുറച്ചാൽ -3 കിട്ടും. -3 × +3j ക്യാപ്പ് എന്നാവും. ഓക്കെ അല്ലേ? പ്രശ്നം വേണ്ടല്ലോ. നോക്കുക, 6 - 6 0 ആണ്. 0 × യെസ് കെ ക്യാപ്പ് എന്ന് വെച്ചാൽ 0 കെ ക്യാപ്പ് ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ എഴുതാം, 2i ക്യാപ്പ് +3j ക്യാപ്പ് എന്ന് എഴുതിയാൽ മതി. കെ ഇവിടെ വേണ്ട, 0 ആണ്. 0 × കെ ക്യാപ്പ് 0. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. ഇനി നോക്കി, ഇതിന്റെ വാല്യൂ കൂടെ നമുക്ക് നോക്കിയാൽ എന്ത് കിട്ടും നോക്കിയാൽ, ഈ ഒരു പോർഷൻ എന്ത് കിട്ടും ചെയ്തു വരുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോ. 6 -6 ആണ് അല്ലെ? ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പം 12 എന്നാവും. 6 +
6 12 ഐ ക്യാപ്പ്. 4 - 8 -4 ആ വരുന്നത്. -4 × -j എന്ന് വെച്ചാൽ +4 ജെ ക്യാപ്പ് എന്നാവും. അടുത്തത് 6 - 12 -18 കെ ക്യാപ്പ് എന്ന് കിട്ടും. കഴിഞ്ഞു. -18 കെ ക്യാപ്പ് എന്ന് കിട്ടും. കഴിഞ്ഞു. അപ്പോൾ 12 ഐ ക്യാപ്പ് +4 ജെ ക്യാപ്പ് -18 കെ ക്യാപ്പ്, ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? ഐഡിയ ആയല്ലോ? സെറ്റ് ആയല്ലോ? യെസ്. ശ്രദ്ധിച്ചോണേ. വെക്ടർ A is equal to 5 i cap plus 5 j cap plus 6 k cap എന്ന് തരുന്നു. വെക്ടർ B is equal to, ശ്രദ്ധിച്ചോ, 5 i cap plus 5 j cap plus 6 k cap എന്ന് തരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ വെക്ടർ എയും വെക്ടർ ബിയും തുല്യമാണ്, അതായത് രണ്ടും ഒന്ന് തന്നെ. സോ ഇതിനെ നമ്മൾ A ക്രോസ് B എന്ന് എഴുതിയാൽ അത് ശരിയാണ്. A ക്രോസ് B നമുക്ക് എഴുതാം അല്ലേ? ഇത് നമുക്ക് A ക്രോസ് A എന്ന് എഴുതിയാലും ശരിയാ. കാര്യം രണ്ടും ഒന്ന് തന്നെ. A ക്രോസ് A എന്ന് എഴുതിയാലും ശരിയാ. നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾ പറയും എങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം പെട്ടി വരയ്ക്കണം. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എഴുതണം. വാല്യൂ അങ്ങോട്ട് എഴുതണം. 5 5 6. അടുത്തത് 5 5 6. കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഐ ഒഴിവാക്കി ബാക്കി 5 × 6 30 -5 × 6 30. കഴിഞ്ഞു. ഐയുടെ വാല്യൂ കിട്ടി. ഇനി ജെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ -j ക്യാപ്പ് × ജെയുടെ താഴെയുള്ള വാല്യൂ ഒഴിവാക്കി 5 × 6 30 -5 × 6 30 തന്നെ കിട്ടും. യെസ്. അടുത്ത പ്ലസ് കെ ക്യാപ്പ് ചെയ്യാണ്. ഇതൊക്കെ ഇത് രണ്ടും ഒഴിവാക്കി 5 × 5 25 -5 × 5 25. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. എന്തോ നമുക്ക് കിട്ടുന്ന ആൻസർ 30 - 30 0 ഐ ക്യാപ്പ് പ്ലസ് 0 ജെ ക്യാപ്പ്, സോറി -0 ജെ ക്യാപ്പ് പ്ലസ് 0 കെ ക്യാപ്പ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ ആൻസർ എന്ത് കിട്ടുന്നത്? 0. മനസ്സിലാക്കണേ. പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഇവിടുന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വലിയൊരു ക്വസ്റ്റ്യൻ തരും. ഇതുപോലൊരു വലിയ ക്വസ്റ്റ്യൻ തന്നിട്ട് A ക്രോസ് B കാണാൻ പറയും. രണ്ടും ഒന്നാണെങ്കിൽ നിങ്ങൾ ചെയ്തു പോലും നോക്കണ്ട. എയും ബിയും തുല്യമാണ്. A ക്രോസ് A വന്നാൽ ആൻസർ 0 ആണ് വരാൻ പോകുന്നത്. ആൻസർ 0. ചെയ്തു പോലും നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്നാണെങ്കിൽ, നോക്കി തന്നിരിക്കുന്ന രണ്ട് പേരും ഒന്നാണെങ്കിൽ ആൻസർ എന്താ വരാൻ പോകുന്നത്? ആൻസർ വരാൻ പോകുന്നത് 0 ആണ്. ഓക്കെ അല്ലേ? പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. Vector A is equal to 3i cap plus 3j cap plus 2k cap. Vector B is equal to 3i cap plus 3j cap plus 4k cap. ഇത് വേറെതാണ്. എയും ബിയും തുല്യമല്ല. നമുക്ക് കാണേണ്ടത് A ക്രോസ് B അല്ല. A ക്രോസ് B അല്ല വേണ്ടത്. A ക്രോസ് B അല്ല നമ്മൾ ഇത്തവണ കാണുന്നത്. B ക്രോസ് A കാണാൻ ചോദിക്കുകയാണ്. B ക്രോസ് A കണ്ടുപിടിക്കാനാണ് ചോദ്യം. B ക്രോസ് A കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം. അപ്പോഴും നമ്മൾ പെട്ടി വരയ്ക്കണം. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് മാർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് മാർക്ക് ചെയ്യുക. ശേഷം എന്താ ചെയ്യാൻ പോകുന്നത്? ബി ആണ് ആദ്യം ഉള്ളത്. ബിയുടെ വാല്യൂ ആദ്യം എഴുതണം. 3 3 4. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റായിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത് നോക്കിയേ. 3 3 2. ഇനി ബാക്കി ചെയ്യാൻ അറിയാമല്ലോ. ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐ ക്യാപ്പ് ഇൻറ്റു ഇത് രണ്ടുകൂടെ ക്രോസ് ചെയ്യണം. 6 - 12 കഴിഞ്ഞ് മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 6 - 12 കഴിഞ്ഞ് പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു 9 - 9 കിട്ടും. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ശ്രദ്ധിച്ച് സോൾവ് ചെയ്താൽ ആൻസർ ആയി. നോക്കിയേ. 12 - 6 -6 ഐ ക്യാപ്പ്, യെസ്, -6 × മൈനസ് പ്ലസ് 6 ജെ ക്യാപ്പ്. ഇവിടെ കിട്ടുന്ന ആൻസർ 0 കെ ക്യാപ്പ്. കഴിഞ്ഞു. സോ ആൻസർ ഇതാണ്. നമുക്ക് കിട്ടിയ എന്താണ്? ബി ക്രോസ് ചെയ്യണം. ഇനി ശ്രദ്ധിച്ചേ, ബി ക്രോസ് എ നമുക്ക് കിട്ടി. അങ്ങനെയാണ് എ ക്രോസ് ബി എന്തായിരിക്കും? എ ക്രോസ് ബി ചെയ്യാനാണ് തിരിച്ച് ചെയ്യണം. പക്ഷെ ഒരു ഐഡിയ ഉണ്ട്, ശ്രദ്ധിക്കണേ. ഈ എ ക്രോസ് ബി ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടുമല്ലോ, അതിൻ്റെ മുമ്പിൽ ഒരു നെഗറ്റീവും കൂടി ഇട്ടാൽ അതെന്തായി? ബി ക്രോസ് എ. ഇത് ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്, പഠിക്കണം. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ്. അതായത് ഇപ്പം നമുക്ക് ബി ക്രോസ് എ ഉണ്ട്.
അങ്ങനെ എ ക്രോസ് ബി കാണാൻ ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്നതിന് മൊത്തത്തിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് എ ക്രോസിയുടെ വാല്യൂ നമുക്ക് കിട്ടാൻ വന്ന 6i ക്യാപ്പ് മൈനസ് 6j ക്യാപ്പ് മൈനസ് 0k ക്യാപ്പ് എന്നാണ് ആൻസർ വരുന്നത്. അതായത് എ ക്രോസ് ബി തന്നാൽ ബി ക്രോസ് എ എന്ന് പറയുന്നത്, അതായത് എ ക്രോസ് ബിയുടെ മൈനസ് ആയിരിക്കും ബി ക്രോസ് എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എ ക്രോസ് ബി നമുക്ക് കിട്ടുകയാണ്. ആ എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ബി ക്രോസ് എ കാണാൻ വേറൊന്നും ചെയ്യേണ്ട, എ ക്രോസ് ബിയുടെ കിട്ടിയ ആൻസറിന് മുന്നിൽ ഒരു മൈനസ് കൂടെ ഉണ്ട്, മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആരെ പറ്റിയാ? ക്രോസ് പ്രോഡക്റ്റിനെ പറ്റിയാണ്. ക്രോസ് പ്രോഡക്റ്റ് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഇന്ന് ശ്രദ്ധിച്ചേ. ക്രോസ് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റിന് വേറെ പേരുണ്ടോ? ഉണ്ട്. ക്രോസ് പ്രോഡക്റ്റ് വേറെ പേരെന്താ? ക്രോസ് പ്രോഡക്റ്റ് വേറെ പേരാണ് വെക്റ്റർ പ്രോഡക്റ്റ്. ക്രോസ് പ്രോഡക്റ്റ് വേറെ പേരാണ് വെക്റ്റർ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? നോക്ക്, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റർ ഈസ് എ vector perpendicular to the plane containing them having a magnitude equal to the product of their magnitudes and sine of angle between them. ശ്രദ്ധിച്ചോണേ, എ ക്രോസ് ബി എ നമ്മൾ എ ബി സൈൻ തീറ്റ എന്ന് എഴുതുന്നതിനോടൊപ്പം അതിന്റെ കൂടെ ഒരാളെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എൻ ക്യാപ്പ്. ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? യൂണിറ്റ് വെക്ടർ ആണ്. എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ ആണ് കേട്ടോ. എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ആണ്. അതാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? വേറെ എൻ ക്യാപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ ആണ്, പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും, അതായത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇത് കണ്ടുപിടിക്കുന്ന റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റാണ്, പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചോണേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്? ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. വെക്ടർ എ നമുക്ക് തരികയാണ്. ജനറൽ ആയിട്ട് എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് തരികയാണ്. ഇതാണ് അതിന്റെ വാല്യൂ. അങ്ങനെയാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ മോഡ് വെക്ടർ എ, ഇതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണേ, ഈ എ എക്സിന്റെ സ്ക്വയർ പ്ലസ് എ വൈയുടെ സ്ക്വയർ പ്ലസ് എ സെഡിന്റെ സ്ക്വയർ ചെയ്താൽ മാഗ്നിറ്റ്യൂഡായി. എന്തായി? മാഗ്നിറ്റ്യൂഡായി. എന്തായി? മാഗ്നിറ്റ്യൂഡായി. Okay, so magnitude of the vector mod vector A is equal to ax square plus ay square plus az square എന്ന് കിട്ടും. പഠിച്ചോ? സെറ്റാണ്, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കിയാൽ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം, ശ്രദ്ധിച്ചു. പിടിച്ചോ, വെക്ടർ A is equal to 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ്, ഇത് രണ്ടേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മോഡ് വെക്ടർ എ കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ 2 സ്ക്വയർ കഴിഞ്ഞു, റൂട്ട് ഓഫ് 9 പ്ലസ് 4 ആൻസർ റൂട്ട് 13 കഴിഞ്ഞു. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. കഴിഞ്ഞു. ഈസി അല്ലേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കഴിഞ്ഞു. അങ്ങനെയാണ് നോക്കി അടുത്ത ചോദ്യം നോക്കുക. വെക്ടർ ബി ഈസ് ഈക്വൽ ടു 9i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മോഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ കഴിഞ്ഞു. നമുക്ക് 9 സ്ക്വയർ 81 പ്ലസ് 4 പ്ലസ് 1 കഴിഞ്ഞു, റൂട്ട് ഓഫ് 81 പ്ലസ് 4 മൊത്തത്തിൽ 5, മൊത്തത്തിൽ 86 കിട്ടും, റൂട്ട് 86 കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഈസി അല്ലേ? പ്രശ്നമുണ്ടോ? പിടിച്ചോ, വെക്ടർ സി ഈസ് ഈക്വൽ ടു 3i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 5k ക്യാപ്പ്. മോഡ് വെക്ടർ സി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്യാമല്ലോ. നോക്ക് 9 പ്ലസ് 4 പ്ലസ് 25, നോക്ക് 9 പ്ലസ് 4 13 പ്ലസ് 25 വരും, ആൻസർ 38 കഴിഞ്ഞു. പ്രശ്നമുണ്ടോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആണല്ലോ ആണല്ലോ ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച് നമുക്ക് പുതിയൊരു ടോപ്പിക്ക്, അതിൻ്റെ പേര് ശ്രദ്ധിക്കണേ. അതിൻ്റെ പേര് യൂണിറ്റ് വെക്ടർ എന്നാണ്. യൂണിറ്റ് വെക്ടർ എന്താണ്? യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണെന്ന് റെപ്രസെന്റ്. ഇപ്പോൾ വെക്ടർ എ ആണെങ്കിൽ എ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പാണ് കൊടുക്കുന്നത്. എ ക്യാപ്പ്. ഇത് യൂണിറ്റ് വെക്ടറിനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ബി എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും, ബി ക്യാപ്പ്. സി എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഇട്ട് കൊടുക്കും, യെസ് ക്യാപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, ക്യാപ്പ് അല്ലെ, സി ക്യാപ്പ്. നോക്കിക്കോണേ എ ക്യാപ്പ് എങ്ങനെയാണ് കാണുന്നത്, ഈ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോണേ. എങ്ങനെ നോക്കിയേ, എ വെക്ടർ, ഒരു വെക്ടറിനെ, ഇതാണ് വെക്ടർ എ, ആ വെക്ടർ എ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താവും? യൂണിറ്റ് വെക്ടർ ആവും. അങ്ങനെയാണെങ്കിൽ ബി ക്യാപ്പ് എങ്ങനെ എഴുതാം? വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ ബി. ഓക്കെ അല്ലേ? എങ്ങനെ എഴുതാം? സി ക്യാപ്പ് വെക്ടർ സി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ സി. ക്ലിയർ ആണോ? യൂണിറ്റ് വെക്ടർ എഴുതുന്ന മനസ്സിലായോ? യൂണിറ്റ് വെക്ടർ എഴുതുന്ന മനസ്സിലായോ? വെക്ടർ എ വെക്ടർ ഡിവൈഡഡ് ബൈ, ഒരു വെക്ടർ തന്നാൽ ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. ക്ലിയർ? വെക്ടർ ഐ ഈസ് ഈക്വൽ ടു 7i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് തരികയാണ്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? യൂണിറ്റ് വെക്ടർ എങ്ങനെയാ കാണുന്നത്? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ എ ചെയ്താൽ യൂണിറ്റ് വെക്ടർ ആവും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് വെക്ടർ എ കാണണം. എങ്ങനെയാ ചെയ്യുന്നത്? റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 49 പ്ലസ് 4 പ്ലസ് 9. ഓക്കെ അല്ലേ? എന്ത് കിട്ടും? റൂട്ട് 58 പ്ലസ് 4, 58 പ്ലസ് 4 62 കഴിഞ്ഞ്. ഓക്കെ, നോക്ക് നമുക്ക് എന്താ വേണ്ടേ? എ ക്യാപ്പ്. എ ക്യാപ്പ് കാണാൻ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എഴുതണം വെക്ടർ ആദ്യം എഴുതണം 7i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ് ഡിവൈഡഡ് ബൈ എന്ത് എഴുതണം? റൂട്ട് 62 എഴുതണം. റൂട്ട് 62 ഇനി നമ്മൾ നോക്കിയേ എങ്ങനെ എഴുതാം? ഇതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് 7i ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് 62 പ്ലസ് 2j ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് 62 പ്ലസ് 3k ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് 62 ഇങ്ങനെ മാറ്റി എഴുതാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ എ ക്യാപ്പ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? പ്രശ്നമുണ്ടോ? പറയണേ. ഓക്കെ അല്ലേ? നോക്കിയാട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. വെക്ടർ ബി ഈസ് ഈക്വൽ ടു എന്താണ്? 7i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. കാണുന്നത് ബി ക്യാപ്പ് ആണ്. എങ്ങനെ ചെയ്യുന്നേ? ആദ്യം മോഡ് വെക്ടർ അല്ലെ, വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് വെക്ടർ ബി. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്ത് നോക്കണേ. യെസ്, നോക്കിയാട്ടെ എന്ത് കിട്ടും? മോഡ് വെക്ടർ ബിയുടെ ആൻസർ ആദ്യം പറ. മോഡ് വെക്ടർ ബി റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 49 പ്ലസ് 25 പ്ലസ് 1 റൂട്ട് ഓഫ് 65. കറക്റ്റ് അല്ലേ? റൂട്ട് 65 സോറി 65 അല്ല 75 വരണം. 49 പ്ലസ് 1 50, 50 പ്ലസ് 25 75. ഓക്കെ അല്ലേ? സോ ഇതെങ്ങനെ എഴുതാം? 7i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് 75. 7i ക്യാപ്പ് ബൈ റൂട്ട് 75 പ്ലസ് 5j ക്യാപ്പ് ബൈ റൂട്ട് 75 പ്ലസ് k ക്യാപ്പ് ബൈ റൂട്ട് 75. ആൻസർ കഴിഞ്ഞു. ഓക്കെ അല്ലേ? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഐഡിയ മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ശ്രദ്ധിച്ചോ, നമ്മുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ കാര്യം പറയാണ്. പ്രധാനപ്പെട്ട 2 പോയിന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് പഠിക്കുകയാണ് ക്രോസ് പ്രോഡക്റ്റിനകത്ത്. ശ്രദ്ധിച്ചോണേ. നമുക്ക് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 അതുപോലെ തീറ്റ ഈസ് ഈക്വൽ ടു 180 വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 കിട്ടും. കാര്യം എന്താ? നമുക്കറിയാലോ. എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റയാണ്. ശരിയല്ലേ? അതിനകത്ത് സൈൻ 0 എന്ന് വെച്ചാലും സൈൻ 180 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. അപ്പം ആ 0 ഇവിടെ ഇട്ട് കൊടുത്താൽ എ ബി ഇൻറ്റു 0 എന്ന് വരും. ആൻസർ 0 കിട്ടും. അതുകൊണ്ടാണ് 0 ഡിഗ്രിയിൽ അതുപോലെ 180 ഡിഗ്രി വരുമ്പോൾ എ ക്രോസ് ബി എന്ന് പറയുന്നത് 0 ആയി പോകുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 വന്നാൽ നമുക്കറിയാലോ സൈൻ 90 എന്ന് വെച്ചാൽ 1 ആണ്. സൈൻ 90 1 ആണ്. അപ്പോൾ എ ബി ഇൻറ്റു 1 അതായത് എ ബി എന്ന് കിട്ടും. ഓക്കെ അല്ലേ?
നോക്ക് ടോർക്കിന്റെ കാര്യം നോക്കുക. ടോർക്കിനകത്ത് ആർ ക്രോസ് എഫ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ടോർക്ക് ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ആംഗുലാർ മൊമെന്റം ആർ ക്രോസ് വി ക്രോസ് പ്രോഡക്റ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിൽ ഓർത്താൽ മതി എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ, സെറ്റാണേ, ക്ലിയർ അല്ലേ?